അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സ്വാലിഹീൻ അതിൽ 55-ാമത്തെ ബാബ് സുഹുദിന്റെ ശ്രേഷ്ഠത എന്ന് വിവരിക്കുന്ന ബാബ്. അതിൽ നിന്നും കൊറിയരങ്ങ ഹദീസ് വിശദീകരിച്ച് ഇണ്ട് മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലൊരു സംഭവം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായുടെ ആ ടൈം, ആ വഫാത്തായപ്പോൾ നൻ്റെ ഔത്തുലും ഒരു ജീവിക്ക് തിന്നൊക്കെ തിന്നൊക്കെ അവിടെ എനിക്ക് എത്തിയത് എന്തുമില്ല. അത് മനുഷ്യൻ ചെന്നല്ല, ഒരു ജീവിൻ്റെ ആയിട്ടുള്ള പദമായിട്ട് ഉപയോഗമാക്കിയത്. പക്ഷേ ഒരു പാത്രത്തിൽ അരിയല്ല ഇട്ട് വെക്കണമെങ്കിൽ തന്നെ അങ്ങനെ ഒരു പാത്രമല്ല ഇക്കില്ല. അതുപോലത്തെ അങ്ങനത്തെ പല കാലത്ത് യൂസ് ആക്കിയിരുന്ന ഒരു പാത്രം, അതൊക്കെ റഫ് ചൊന്നില്ല. ആ പാത്രത്തിൽ ഒരു തെല്ല് ഗോധി, ബാർലി, ഷയീർ, അതിൽ കൊറിയ ബാർലി മാത്രമേ ഉള്ളേ. അങ്ങനെ ഞാനതിൽ നിന്ന് എടുത്തിട്ട് എന്താക്കി എനിക്ക് പൈക്കമ്പത്ത് എടുത്ത് ആഹാരമാക്കി തിന്നോണ്ടിരുന്നത്. ഇത് തീരെയില്ല. ചെന്ന് അതങ്ങനെ ഉണ്ട്. ഒരു നാളാണ് എത്ര ഇട്ട് അളന്ന് നോക്കിയിട്ടാകുമ്പോൾ അത് തീന്ത്. അളന്ന് നോക്കിയിട്ടാകുമ്പോൾ അതിലെ ബറക്കത്ത് കൊറടിയായി പോയിട്ട് ബറക്കത്ത് തീന്ത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ആയിപ്പോയിട്ട് ഔത്തിൽ ഇന്നതെന്തിരെ ഒരു പാത്രത്തിൽ ബാർലി. ആ ബാർലിയാണ് അത് ചുമന്നിട്ടില്ലെന്ന്. ഞാനത് കുറേ കാലത്ത് ഇതെന്ത് തീരില്ലാണ്ട് ഒന്ന് അളന്ന് നോക്കിയതായിട്ട് അതോടുകൂടി അത് തീന്ത്. അപ്പോൾ അളന്ന് നോക്കുമ്പോൾ ബറക്കത്ത് കുറടിയുണ്ട്. ഞങ്ങളെ പൈസ ആവട്ടെ അല്ല ആഹാര വസ്തു ആവട്ടെ എത്ര ഉണ്ട് ഒഴിഞ്ഞിട്ട് ചെന്നിട്ടുള്ള അളന്ന് തിട്ടപ്പെടുത്തോണ്ടിരിക്കുക. അതായത് ഞങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ എണ്ണി കൊടുക്കേണ്ടതല്ല. ഇവിടെ എത്ര ഉണ്ടോട്ട് അതിൽ എണ്ണിയോണ്ട് അതിൽ നോക്കിയോണ്ട് തെക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അതിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടു എന്നായിട്ട്. അത് കൂട്ടത്തിലിരിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ എത്ര ഒലിഞ്ഞിട്ട് നോക്കണ്ട. അതായിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലി നോക്കൂ. 474-ാമത്തെ ഹദീസ്. അൻ ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലി തുവഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്താക്കപ്പെട്ടു. വമാ ഫീ ബൈത്തി, എൻ്റെ വീട്ടിലില്ല, മിൻ ഷൈഇൻ, ഒന്നുമില്ല, ഒരു ഷൈഉ, യഅകുലുഹു, അതിനെ തിന്നും, ദു കബീൻ, ഒരു കരളുള്ള. അതെങ്കിൽ ഒരു ജീവി തിന്നിടയ്ക്കത്തെ, ഒരു ജീവി തിന്നിടയ്ക്കത്തെ ഒരു വസ്തു ഇല്ല. മനുഷ്യൻ മാത്രമല്ല ചെന്നത്, ഏതൊരു ജീവി ഇട്ടുകൊടുക്കണയ്ക്കത്ത് ഒന്നുമില്ല. ഇല്ല ഷത്രു സഈരിൻ ഫീ റഫിൻ ലി, ഞങ്ങളെ ഒരു റഫ് ചെന്നെങ്കിൽ അതൊരു മരത്തെ പാത്രമായിട്ടിട്ട് ഈ ഇതെല്ലാം ഇട്ട് വെക്കണയ്ക്കത്ത്. അങ്ങനത്തെ ഒരു പാത്രത്തിൽ ഒരു തെല്ല് എന്ന് രണ്ട് ബാർലി ഉണ്ട്. ഷത്രുന്ന് ചെന്നെങ്കിൽ അവിടെ നേരത്തെ പാതിണ്ടായിട്ടിട്ട് പണ്ഡിതന്മാരവിടെ വിശദീകരിച്ചത് ഒരു തെല്ല് എന്തായിട്ട് ബാർലി ഉണ്ട്. ഫഅകൽതു മിൻഹു, ഞാനതിൽ നിന്ന് തിന്നെ. ഹത്താ ത്വാലലി, അങ്ങനെ കുറേ നാൾ പോയിട്ട് ഇത് ഞാൻ തിന്നോണ്ടില്ല, നക്ക് പേരാപ്പെടുത്ത് തിന്നോണ്ടില്ല. ഫക്കിൽത്തുഹു, ഒരു നാൾ ഞാൻ അതിൽ അളന്ന് നോക്കിയ. ഫഫനി, അത് തീന്ത്. മുത്തഫഖുൻ അലൈഹി. ഷത്രു ഷൈനത്ത് ഐ ഷൈൻ മിൻ ഷയീർ, ബാറിൽ നിന്നുള്ള ഒരു തെല്ല്. കഥാ ഫസ്സറു തിരുമുദി, ഇമാം തിരുമുദി റളിയല്ലാഹു അൻഹു അങ്ങനെ ആയിട്ടില്ല അതിനെ വ്യാഖ്യാനിച്ചത്. അപ്പോൾ അളന്നപ്പോൾ അത് തീന്ന് പോയിട്ട് എന്നായിട്ട് മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലി. അപ്പോൾ അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കി ജീവിക്കുമ്പോൾ ആ തവക്കുല് അതങ്ങനെ ഇതായിക്കോളും. പിന്നെ അത് എണ്ണി നോക്കുമ്പോൾ എന്താണ്, ഇനി ഇത്രമേ ഉള്ളേറ്റുള്ളൊരു ചിന്ത നമുക്ക് വേണ്ട, ഇത് ഇത്രമേ ഉള്ളേ. അപ്പം ഞങ്ങൾ എന്താ അവിടെ തവക്കുലിൻ്റെ മർത്തബയിൽ നിന്ന് കീഴ് വേണ്ട. അതിപ്പോൾ കൂട്ടത്തിലിരിക്കുമ്പോൾ ഉണ്ട് മെയ് അവിടെ മെയ് അവിടെ, അപ്പം അല്ല എന്നുള്ള ചിന്തയിൽ തന്നെ ആയിട്ട് ഞങ്ങൾ പോകണ്ടേ. അളന്നിട്ട് നോക്കുമ്പോൾ എന്താ ഇത്, എന്നിപ്പോൾ ഇത് ഇത്ര ഉള്ളല്ലേ. അപ്പം അള്ളാഹുടെ ആ തവക്കുലിൽ നിന്ന് അവിടെ കീഴ് വേണ്ട എന്നുള്ളത് അതായിട്ട് ഇവിടെ ബറക്കത്ത് കുറഞ്ഞു പോകണമുള്ള കാരണം. അപ്പം ഞങ്ങൾ ഇവിടെ ഒരാൾക്ക് ഞങ്ങൾ പൈസ കൊടുക്കുന്നുണ്ട്, അപ്പോൾ എണ്ണിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് ഞങ്ങൾക്ക് ഇത്രയാണ് കൊടുക്കുന്നുണ്ട്, അവിടെ ഇപ്പോൾ എണ്ണേണ്ടി പണ്ട് അലക്കേണ്ടി പണ്ട്. വലിയത് എത്ര എന്നുള്ളത് എണ്ണിയോണ്ടും അളന്നുകൊണ്ടും തെച്ചുകൊണ്ടിരിക്കണ്ട. ബറക്കത്ത് നഷ്ടപ്പെട്ട് അതിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടിട്ടെങ്കിൽ അത് ഇക്കുമ്പോൾ തവക്കുല, അള്ളാഹു ഉണ്ട്, അള്ളാഹുടെ സഹായിക്കട്ടെ. ഒരു പേടിയില്ല, കുറഞ്ഞു പോകണ്ടുള്ള ഒരു പേടിയില്ല. ഇതിപ്പോൾ ഒരു നാളികയല്ലോ, ഇതിപ്പോൾ ഒരു ജണ്ണാലികയല്ലേ. അപ്പം ഞങ്ങൾ എന്താ അവിടെ ഞങ്ങൾ തവക്കുലിൻ്റെ മർത്തബയിൽ നിൽക്കിയിട്ട് പോകണ്ട. അപ്പം അതിന് ബറക്കത്ത് നഷ്ടപ്പെട്ട്. അപ്പോൾ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അടിമകളൊട്ടിಗೆ അല്ലേ
ആയിഷ ബീവിയുടെ ടീമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ചെന്നായിട്ട് ഒരു ഹദീസിലുണ്ട്, ചുമ അളന്ന് കൃത്യമാക്കി തൂക്കി അങ്ങനെ ആക്കിയൊന്നും വെക്കണ്ട. അപ്പോൾ അള്ളാഹു താല ഇത്തരം എന്താക്കും, അളന്നിട്ടേ തീർന്നു. അതായത് കൊടുക്കട അവിടെ ഞങ്ങൾ എന്തെങ്കിലും സദക്ക കൊടുക്കട. ഇപ്പം ചൊല്ലല്ലേ ഇടത്തെ കൈ വലത്തെ കൈ കൊടുത്തത് ഇടത്തെ കൈക്ക് കൊടുത്തില്ല. ആ ചൊന്നതിന് അർത്ഥം എന്തിരേ, ഇങ്ങനെ ഒരു നോട്ട് ഇങ്ങനെ മുദ്ദാക്കിയിട്ട് ഇങ്ങനെ കൊടുത്തണ്ട, അതല്ല. അവൻ്റെ ആരെങ്കിലും സഹായം എന്ന് കേട്ടിട്ട് അവൻ കീസെ ബാലിട്ട് കീസലിട്ട് കൊടുത്ത അവനിಗೆ ಗೊತ್ತಿಲ್ಲ അതിൽ എത്ര ഇത്ത്. അത് വലത്തെ കൈ കൊടുത്തത് ഇടത്തെ കൈക്ക് കൊന്തില്ല ചൊല്ലി സ്വതക്കാതായിട്ട് കൊടുക്കുമ്പോൾ കൃത്യമാക്കില്ല. അങ്ങനെ ഒരു പാവപ്പെട്ടാലും ഒരെങ്കിൽ ഫക്കീറമാരോ വന്ന് കേൾക്കുമ്പോഴത്തേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് എണ്ണാണ്ട് നോക്കാണ്ട് അപ്പുറം കൊടുക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. അതാ ചെന്നത് അങ്ങനെ എണ്ണി കൃത്യമാക്കണ്ട. അപ്പോൾ അള്ളാഹു താല തൻ്റെതിനും കണക്ക് വെക്കറാണ്. ഇല്ലെങ്കിലോ അള്ളാഹു താല ഭാര്യക്കോരി തണ്ട എന്നായിട്ടാണ്. അപ്പോൾ അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മർത്തബ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വലിയ മഹദിയായിട്ട് വലിയ പെഞ്ഞൈമാരൊക്കെ ലോകത്ത് അത് ഏറ്റവും വലിയ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ടോപ്പിൽ നിൽക്കാനായിട്ടിരിക്കാനാണ്. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തവക്കൽ പറഞ്ഞാലിട്ട് മനസ്സിലാക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെഞ്ഞയായി ഭാഗ്യം കിട്ടുന്നത് അത് അള്ളാഹു താല അങ്ങനത്തെ പെണ്ണുങ്ങളെ അള്ളാഹു സെലക്ട് ആക്കി കൊടുത്തത് വലിയ മഹദിയായിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം നബി തങ്ങളെ ബറക്കത്ത് തങ്ങൾ വഫാത്തിൽ പിന്നെ നബിയുടെ ഹയാത്ത് കാലത്ത് അങ്ങനത്തെ നേറ്റിക്കല് എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറേ നാളുകൊന്നും കൂട്ടി വെക്കിടേണ്ടതൊന്നും ഇല്ല. എന്തെങ്കിലും കിട്ടിയ സദക്കയാക്കി അത് അണ്ടത്തേക്ക് നാൾക്കുള്ള ഒന്ന് മാത്രമായിട്ടിക്കട് അങ്ങനെ ജീവിതത്തിൽ എന്താക്കില്ല. പിന്നെ ഒരാളട്ടെ കേക്ക് ഡാക്കിയത്ത ഒരു അവസ്ഥയ്ക്ക് പണ്ടില്ല, പിന്നെ തിന്നിട്ട് ഒരിടുമില്ല. അങ്ങനത്തെ ഒരു ജീവനായിട്ടിക്കട് നബിയുടെയും പിന്നെയും മാറത്. അപ്പം പെഞ്ഞൈമാരുടെ സ്വഭാവം അങ്ങനെ ഒലിഞ്ച് ബാക്കി വെക്കിട്ടില്ല, സ്വതക്കയാക്കട്ടെ എന്നുള്ള അത് നബിയിൽ നിന്നങ്ങ് പഠിച്ചാൽ വലിയ മഹദിമാറായിട്ടിക്കട്. അള്ളാഹു അങ്ങനെയൊക്കെ ബറക്കത്തുണ്ട്. 4 ആയുസ്സിലും ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.